പിന്നീട് ഖുർആൻ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ഇടപെട്ടുകൊണ്ട് ഖുർആൻ പറഞ്ഞ മനുഷ്യരെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, പരീക്ഷണങ്ങൾ ഉണ്ടാകും. എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല? നിരാശപ്പെടേണ്ടതില്ല, നിരാശരാവേണ്ടതില്ല. നിരാശക്ക് പകരം ആവേണ്ട നിങ്ങൾ ആത്മവിശ്വാസത്തോടെ കൂടി നിങ്ങൾ ജീവിക്കുക എന്ന് ഖുർആൻ പറഞ്ഞു. നാളെ നിങ്ങൾക്ക് വരാനുണ്ട്, വല്ലതും നിങ്ങളെ ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഭയം കൊണ്ട്, ചൂട് കൊണ്ട്, പട്ടിണി കൊണ്ട് വിഭവങ്ങളുടെയും മനുഷ്യരുടെയും സമ്പത്തിന്റെയും ഉറവ് കൊണ്ടെല്ലാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? സന്തോഷവാർത്ത അറിയിക്കുക, ക്ഷമാലുക്കൾക്ക് സന്തോഷവാർത്ത അറിയിക്കുവാൻ വിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചു. ഒരു വിപത്ത് അവരെ ബാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം, ഞങ്ങൾ അല്ലാഹുവിനുള്ളതാണ്, അല്ലാഹുവിന്റേതാണ്, അവന്റെ അടുക്കലേക്ക് തിരിച്ചു പോകേണ്ടവരാണ്. ദുനിയാവിലെ നഷ്ടങ്ങൾ താൽക്കാലികമായ നഷ്ടങ്ങളാണ്, താൽക്കാലികമായ ജീവിതമാണ് എന്ന് പറഞ്ഞ് ആശ്വസിക്കാൻ ഖുർആൻ അതിന്റെ വിശ്വാസികളെ പഠിപ്പിക്കുന്നു. ഒരു യുക്തിവാദി എന്ത് ചെയ്യും? അവന്റെ വാപ്പ മരിച്ചു, അച്ഛൻ മരിച്ചു, മകൻ മരിച്ചു, അച്ഛനോത്തിണ്ടായ മോനാണ്, ആക്സിഡന്റിൽ മരിച്ചു. എന്ത് ചെയ്യും ഒരു യുക്തിവാദി? മകൾ മരിച്ചു, ഭാര്യ മരിച്ചു, സ്വത്ത് നഷ്ടപ്പെട്ടു, ജീവിത നൈരാശ്യം ബാധിച്ചു. എന്ത് ചെയ്യും ഒരു വിശ്വാസി? മറുപടി പറയാം. ഒരു യുക്തിവാദി എന്ത് ചെയ്യേണ്ടതുണ്ട്? എന്താണ് ഇവിടെ അവന്റെ മുമ്പിൽ? ആത്മഹത്യയില്ലാതെ എന്താണ് അവർക്ക് ധൈര്യം കൊടുക്കുന്നത്? സൃഷ്ടാവ് അവിടെ എന്റെ കാര്യങ്ങൾ നാളെ ശരിയാക്കി തരും എന്ന ആത്മവിശ്വാസത്തോടെ കൂടി ജീവിക്കാൻ, അത് ശരിയാക്കി നൽകും, അതിനുള്ള കഴിവ് ഉള്ളത് സൃഷ്ടാവുണ്ട് എന്ന വിശ്വാസവിടെ. ഈ വിശ്വാസമില്ലാത്തവർ, അല്ലാഹു വിശ്വാസമില്ലാത്തവർ, ദൈവത്തിൽ വിശ്വാസമില്ലാത്തവർ, ദൈവം എന്നെ കാണുന്നുണ്ട്, സൃഷ്ടാവ് എന്നെ കാണുന്നുണ്ട്, അവൻ നാളെ ഇടപെടുക തന്നെ ചെയ്യും, എന്റെ പ്രയാസത്തിന് പകരം നാളെ എളുപ്പം നൽകും, സന്തോഷമുള്ള ഒരു ജീവിതം എനിക്ക് നൽകും എന്ന ആത്മവിശ്വാസമില്ലാത്ത ഒരു യുക്തിവാദി എന്ത് മറുപടി എന്ന് പറയാം?